നമ്മളിന്ന് ആശാപ്രവർത്തകരുടെ അടുത്തേക്ക് പോയില്ല, പക്ഷേ ഇന്ന് അവിടെ പോകേണ്ടതുണ്ട്. കാരണം വലിയ തോതിലുള്ളൊരു പ്രതിഷേധത്തിന് ഇന്ന് അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാഴ്ച ഉണ്ടാകും. കാരണം ഇന്ന് പൗരസംഗമം ഉണ്ടാവുകയാണ്. ഈ ആശാസമരത്തിന് ഐക്യദാർഢ്യവുമായി സാംസ്കാരിക പ്രവർത്തകർ നടത്തുന്ന പൗരസാഗരം ഇന്നാണ്. നമുക്കറിയാം, ഈ ആശാപ്രവർത്തകരുടെ സമരം 62 ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പല തരത്തിൽ ഇതിന് ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പലയിടങ്ങളിലൂടെ ഉള്ള പിന്തുണ ഇവർക്ക് നൽകിയിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പിന്തുണ പോരാ, ഇവർക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് കാണിക്കുന്നതിനായി അവർക്കൊപ്പം തന്നെ എത്തണം എന്ന ഒരു ഉദ്ദേശം തന്നെയാണ് ഈ പൗരസാഗരത്തിനുള്ളത്. കേരളം ആശമാർക്കൊപ്പം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയാണിത്. 10,000 അണിനിരക്കുമെന്ന് അറിയുന്നു. ആശാസമരം 60 ദിനരാത്രങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രീയ സാംസ്കാരിക ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ പൗരസാഗരത്തിൽ അണിനിരക്കാൻ പോകുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, എപ്പോഴാണ് ഈ പൗരസാഗരം അവിടെ നടക്കുക? എങ്ങനെയാണത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ഇവിടെ ഇന്ന് രാവിലെ 11 മണിക്കാണ് പൗരസാഗരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അണിനിരക്കുന്നത്. ഇത് ആശമാർ നയിക്കുന്നതല്ല. ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സാംസ്കാരിക മേഖലയിലെ വ്യക്തിത്വങ്ങൾ അവർ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് പൗരസാഗരം എന്ന് പറയുന്നത്. അതിൽ ആശമാരും അണിചേരുകയും ചെയ്യും. വലിയ രീതിയിലാണിത് തയ്യാറാക്കിയിരിക്കുന്നത്. നിരവധി പേർ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യും. അതായത് രാഷ്ട്രീയ സാംസ്കാരിക ചലച്ചിത്ര മേഖലകളിലെ നിരവധി വ്യക്തിത്വങ്ങൾ, പ്രമുഖരായിട്ടുള്ളവരെല്ലാവരും ഈ പൗരസാഗരത്തിൽ പങ്കെടുക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. അതോടൊപ്പം തന്നെ ഇതുവരെ, അതായത് ഈ 60 ദിവസങ്ങൾ പിന്നിടുന്ന ഇതുവരെ ആശാ സമരവേദിയിലെത്തിയവരും അതോടൊപ്പം തന്നെ ആശാ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തിയവരോടെല്ലാം ഈ സമരസ്ഥലത്തേക്ക് എത്തുവാൻ, അതായത് പൗരസാഗരത്തിൽ എത്തിച്ചേരുവാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സമരം പോകുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമുള്ള ആശമാരുടെ കുടുംബവും കൂടി അവരെയും കുടുംബസമേതമാണ് എത്താൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലാണ് ഈ ഒരു പൗരസാഗരം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടി ഈ പൗരസാഗരം ആരംഭിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഈ 60 ദിവസം പിന്നിടുമ്പോഴും സർക്കാരിൻ്റെ ഭാഗങ്ങളിൽ നിന്നും ഒരു അനുകൂല സമീപനങ്ങൾ ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അതാണ് ഈ പൗരസാഗരത്തിലേക്ക് എത്തിക്കുവാനുള്ള കാരണം ആയിരിക്കുന്നത്. ഇവിടെ ചേച്ചിമാർ ഇവിടെ നിൽക്കുന്നത് മഴ ശക്തമായി പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊരു പ്രതിസന്ധിയും ഇവിടെ ഉടലെടുത്തിട്ടുമുണ്ട്. എന്നാലും ചേച്ചി, ശക്തമായ മഴ പെയ്തുകൊണ്ട് പൗരസാഗരം വരികയും ചെയ്യുവാണ്. എങ്ങനെയാണ് ഇനി എത്ര മണിക്കാണ്? 11 മണിക്കാണ് പൗരസാഗരം എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് അതിൻ്റെ മറ്റു നടപടിക്രമങ്ങളൊക്കെ? നടപടിക്രമം എന്ന് വെച്ചാൽ നമ്മുടെ ആശന്മാര് ഓൺ ദി വേ ആണ്. കാരണം മഴ നമ്മളൊക്കെ വാടനപ്പിലല്ല ഗുരുവായൂരിന്ന് കയറി 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ തകർത്തടിച്ചുകൊണ്ടായിരുന്നു മഴ, ഇടിവെട്ടൊക്കെ. എന്നാലും ഞങ്ങൾ പിന്നോട്ട് പോകൂല. എത്ര മഴ പെയ്താലും എത്ര ഇടി വെട്ടിയാലും ആശന്മാര് മഴയെ പേടിക്കൂല, വെയിലിനെ പേടിക്കൂല, ഒന്നിനെയും പേടിക്കാത്തവരാണെന്ന് കോവിഡ് കാലത്ത് തന്നെ നമ്മൾ തെളിയിച്ച് തന്നതാണ്. ഞങ്ങളുടെ മനസ്സ് ശരീരവും ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ എന്താ പറയുക, ആ ഒരു സേവനം ചെയ്യുമ്പോൾ കിട്ടുന്നൊരു മാനസിക ഒരു സന്തോഷം അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ജോലി ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു വേതനം വേണ്ടേ? 232 രൂപയ്ക്കൊക്കെ ഒരു ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഒരു കുടുംബം കൊണ്ടുനടക്കാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പം എന്തായാലും ഗവൺമെൻറ് ഇനിയെങ്കിലും കണ്ടു തുറന്നില്ലെങ്കിൽ അവര് ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോണില്ല. നമ്മളെ അമ്മമാരാണ്, സഹോദരിമാരാണ് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് 62 ദിവസമായി തിരുവനന്തപുരത്ത് മഴയും വെയിലും കാറ്റെല്ലാം അവഗണിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിമാർ ഇവിടെ രാപകൽ സമരം തുടങ്ങി. അതിനുശേഷം നിരാഹാര സമരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് നമ്മുടെ നേർക്ക് കണ്ണു തുറക്കാത്തതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെയധികം വിഷമമുണ്ട്. ഗവൺമെന്റ് കണ്ണു തുറക്കാത്തത് മാത്രമല്ല, ഈ നിരന്തരം CPM-ന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ CPM പ്രവർത്തകർ നേതാക്കൾ ആക്ഷേപിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി പോളിറ്റ് ബ്യൂറോ അംഗമാണ് കഴിഞ്ഞ ദിവസം ഈ സമരത്തിനെതിരെ രംഗത്ത് വന്നത്. മറ്റെന്തോ ലക്ഷ്യമുണ്ടെന്ന്. അങ്ങനെ ഈ തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറയുന്ന CPM തന്നെയാണ് ഈ സമരത്തെ അധിക്ഷേപിച്ചിരിക്കുകയും ചെയ്തത്. തീർച്ചയായിട്ടും. എന്നാലും CPM-ന്റെ CIT സംഘടനയിലുള്ള ഒരുപാട് സഹോദരിമാർ നമ്മളോടൊപ്പം സമരത്തിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെ നമ്മളോടൊപ്പം കഴിഞ്ഞ വട്ടം സമരത്തിന് CIT-ന്റെ നേതാക്കൾ, പ്രവർത്തകർ പങ്കെടുത്തിരുന്ന് അവർ ചെന്നപ്പോഴേക്കും അവരെ യൂണിയനിൽ നിന്ന് പുറത്താക്കി എന്നാണ് പറഞ്ഞത്. എന്നാൽ അവർ സന്തോഷപൂർവ്വം പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു 300 ചില്ലാൻ രൂപ മെമ്പർഷിപ്പ് ഈ പ്രാവശ്യം കൊടുക്കണമായിരുന്നു. ഇനി മുതൽ അത് കൊടുക്കണ്ടല്ല. കാരണം ഒരു തൊഴിലാളി സംഘടന എന്നറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്തുകൊണ്ടാണ് തൊഴിലാളികളുടെ നേരെ കണ്ണു തുറക്കാൻ പറ്റാത്തത് എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് ഇലക്ഷനാണ് വരുന്നത്. നമ്മുടെ അമ്മമാരെന്താണോ ചിന്തിക്കുന്നത് അവിടെ ആയിരിക്കും ഒരു വിജയ പരാജയങ്ങൾ നടക്കുക. എന്തായാലും ഒരു തീരുമാനം ഇതോടുകൂടി വരും. ഒന്നില്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ കേരളത്തിൽ നിന്ന് തന്നെ
തൂത്ത് തുടച്ച് പോകേണ്ട ഒരവസ്ഥയിലാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഗവൺമെന്റ് കണ്ണ് തുറന്നേ പറ്റുള്ളൂ. കാരണം ഈ ജനങ്ങളെല്ലാം നമ്മളോട് നെഞ്ചോടേറ്റി ഈ സമരത്തെ. സമരം പരാജയപ്പെട്ടതും ആളുകളില്ല, ആശമാരില്ല സമരപ്പന്തൽ എന്നൊക്കെയാണ് ആക്ഷേപങ്ങൾ. അല്ല, അത് നമുക്ക് എന്തായാലും എല്ലാ ദിവസവും വന്നു പോകാനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. എന്നാലും ഞങ്ങളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന്, ഞാൻ പറഞ്ഞത് തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അപ്പം വന്നു പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാം സമരത്തിലാണ്, ജോലി ചെയ്യണില്ല, നമുക്ക് ഓണറേറിയും ഇല്ല, ഇൻസെൻറ്റീവ് ഇല്ല. എന്നാലും ഇതെന്നാണോ ഇവിടെ വിജയിക്കുന്നത് ആ സമയം വരെ ഈ സമരത്തോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ജോലിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. നമ്മൾ വാർഡിലിറങ്ങുമ്പോൾ പോലും ജനങ്ങൾ നമ്മളോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് സമരം നടത്തിയിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പോവാത്തതെന്ന് ചോദിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് കുടുംബമുണ്ട്, കുടുംബത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. എല്ലാവരും ഇപ്പം ഞങ്ങളൊക്കെ ഒരുപാട് പലിശയ്ക്ക് പൈസ എടുത്തിട്ടും കടം വാങ്ങിയിട്ടാണ് ഓരോ ദിവസവും നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് എന്തായാലും നമുക്ക് ഈ 1 മാസം 2 മാസം സമരത്തിലിരുന്ന് നമ്മളെ അങ്ങനെയെങ്കിലും തോൽപ്പിക്കാനാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ അങ്ങനെ ആവട്ടെ. എന്നാലും നമ്മളെ ആശമാർ ഒരിക്കലും തോൽക്കൂല. ചേച്ചി എവിടുന്ന ചേച്ചി വരുന്നത്? വാടാനപ്പള്ളി, തൃശ്ശൂർ ജില്ല വാടാനപ്പള്ളി. ഇന്ന് എത്തിയാണോ? ഇന്ന് രാവിലെ എത്തിയത്. എങ്ങനെ ഈ സമരത്തെ സത്യം പറയാം, ഞങ്ങൾ വല്ല പെട്രോൾ അയച്ച് സെക്രട്ടറിയുടെ മുന്നിൽ ആത്മഹത്യ ചെയ്യണം, എന്നാലേ ഈ ഗവൺമെന്റ് പഠിക്കുള്ളൂ. അതുവരെ ഞങ്ങൾ തീരുമാനിച്ചിട്ട് ഞങ്ങൾ വന്നിട്ടത്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, ഇവർക്ക് മാത്രം ജീവിച്ചാൽ മതി. മാളികയിൽ ഇരുന്നിട്ട് ഞങ്ങളെ കളിയാക്കേ, അതൊരിക്കലും നടക്കില്ല. ഞങ്ങളിനി ഈ സമരത്തിന് എന്നാ പറയാ, എനിക്ക് പറയാൻ പറ്റില്ല, വാക്കുകളില്ല, അത്രയ്ക്ക് വിഷമത്തോടു കൂടി പറയണം. വീണ, സമരം ഈ 60 ദിവസം പിന്നിടുമ്പോഴും സമരവീര്യം കുറയുന്നില്ല എന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇവരുടെ വേദനയാണ് അവർ പറയുന്നത്. ഇത്രയും തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുക, അതും സമയക്രമങ്ങൾ പോലുമില്ല. ഏത് സമയത്തും ഏത് സർക്കാർ പറയുന്ന സമയങ്ങളെല്ലാം ഈ ഇത് ജനങ്ങളെ കാണുക, അവിടെ അവർ പറയുന്ന സർവേ നടത്താൻ പോവുക, അങ്ങനെ സമയക്രമങ്ങളില്ലാതെയാണ് ഈ ആശാ തൊഴിലാളികളെല്ലാവരും, ആശാ ജീവനക്കാരെല്ലാവരും ജോലി ചെയ്യുന്നത്. അങ്ങനെ ജോലി ചെയ്യുന്നവർക്കാണ് തുച്ഛമായ ശമ്പളം സർക്കാർ നൽകുന്നത്. ആ സർക്കാർ നൽകുന്ന ശമ്പളം ഒന്ന് വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം, അടിസ്ഥാന ആവശ്യം ഉന്നയിക്കുമ്പോൾ ആ അടിസ്ഥാന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം ചെയ്യുമ്പോൾ ആ സമരത്തോടാണ് സർക്കാരിൻ്റെ തിട്ടൂരം, അതോടൊപ്പം തന്നെ CPM നേതാക്കളുടെ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ, അധിക്ഷേപ പരാമർശങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത്. ഈ അധിക്ഷേപ പരാമർശങ്ങളെല്ലാം സഹിച്ചുകൊണ്ടാണ് മഴയും കാറ്റും അതുപോലെ തന്നെ ചൂടും എല്ലാം സഹിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ 60 ദിവസമായി ഈ സമരപ്പന്തലിൽ തങ്ങുന്നത്. സമരം വിജയിപ്പിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഇവിടെ ഇവർക്ക് മുന്നിൽ ഉള്ളത്. വലിയ ശക്തമായി തന്നെ സമരം തുടരുകയും ചെയ്തതാണ്. അതിനുശേഷം ഇനി നാളെ ഈ രാപ്പകൽ സമരം കഴിഞ്ഞു, അതോടൊപ്പം തന്നെ മറ്റ് തുടർ സമരങ്ങളെല്ലാം കഴിഞ്ഞു. പൗരസാഗരം കൂടി കഴിയുമ്പോൾ നാളെ തുടർ സമരം എന്തെന്ന രീതിയിൽ ആലോചിക്കും. ആ തുടർ സമരങ്ങൾ ആലോചിച്ചിട്ട് ഇനിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടു തുറന്നില്ലെങ്കിൽ മറ്റ് തുടർ സമര പ്രഖ്യാപനങ്ങളുമായി പോവുകയും ചെയ്യും. ഇപ്പോൾ സമര നേതാവ് മിനി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് പൗരസാഗരം നടക്കുകയാണ്. വലിയ രീതിയിലുള്ള ആശമാർ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ആ പദ്ധതി, ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ആ പദ്ധതികൾ? ഇവിടുത്തെ പൊതുസമൂഹത്തിലെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ചേർന്നിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ ധാരാളം ആളുകൾ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നേരിട്ടും അല്ലാതെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അവരെല്ലാവരും ഇവിടെ എത്തിച്ചേരും. ആശാവർക്കർമാരുടെ ഒരു പങ്കാളിത്തം തീർച്ചയായിട്ടും ഉണ്ടാവും. തുടർ സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുകയാണ്. അതിനുശേഷം തുടർ സമരങ്ങൾ തീരുമാനിക്കും. അതാണ്. മറ്റ് ചർച്ചകൾ എന്തെങ്കിലും വന്നിരുന്നോ? അതായത് ഈ അന്ന് അവസാനമായി ചർച്ച നടന്ന തൊഴിൽ മന്ത്രിയുമായിട്ടാണ്. അതിന് പിന്നാലെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചർച്ചയ്ക്ക് ശ്രമം നിങ്ങളങ്ങോട്ട് നടത്തിയിരുന്നോ, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ചർച്ച അതുമായി ബന്ധപ്പെട്ട അനുകൂല പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവുമില്ല. അതാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത്. കാരണം തൊഴിലാളികൾ കൂലി ചോദിക്കുമ്പോൾ അതിനോട്ട് പുറംതിരിഞ്ഞ് നിൽക്കുക എന്നൊരു സമീപനം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ഒരു സർക്കാർ, അതായത് കമ്മിറ്റിയുടെ അന്വേഷണം നടത്തിയതിനു ശേഷം മതി ഓണറേറിയം എന്ന നിലപാട് തന്നെയാണ് സർക്കാർ ഇപ്പോഴും, അല്ലേ? അറിയില്ല, സർക്കാരിൻ്റെ നിലപാട് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. അങ്ങനെ പറഞ്ഞെങ്കിലും ഇതുവരെ അതിനുള്ള യാതൊരു നടപടി ആരംഭിച്ചതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വ്യക്തത വേണ്ടതാണ്. മാത്രമല്ല, ഇത് എന്തിനാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു പിടിവാശിയുടെ വിഷയമല്ല, ഇതൊരു കൂലിയുടെ വിഷയമാണ്. അത് തീർച്ചയായിട്ടും പരിഗണിക്കണം. ഈ നിരന്തരം അധിക്ഷേപങ്ങൾ തുടരുന്നത് അതിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ ഭാഗത്ത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടല്ലോ. ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതിനെയൊക്കെ ഞങ്ങൾ അവഗണിക്കുകയാണ്. ഞങ്ങൾ തൊഴിലാളികളോട് അങ്ങനെ പെരുമാറുന്ന ആളുകളെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ, മറ്റൊന്നുമില്ല. അതുതന്നെയാണ്, ജനങ്ങൾ തിരിച്ചറിയും, ജനങ്ങൾ സമരത്തെ കാണുന്നുണ്ട് തന്നെയാണ് സമരസമിതിയും ആശാപ്രവർത്തകരും എല്ലാം പറയുന്നത്. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന
ആശാപ്രവർത്തകരോടും അതോടൊപ്പം തന്നെ തൊഴിലാളികളോടും സ്ത്രീ പ്രവർത്തകരോടും എല്ലാം CPM കാണിക്കുന്ന സമീപനമാണ് ഇതിലൂടെ തുറന്നു കാട്ടുകയും ചെയ്തത്. എന്തായാലും പൗരസാഗരം ഇന്ന് 11 മണിക്ക് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കും. 10,000 പങ്കെടുക്കുമെന്നാണ് ഈ സമരസമിതി പറയുന്നത്. എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ചലച്ചിത്ര പ്രവർത്തകരും അടങ്ങുന്ന ഒരു സംഘം ഇവിടെ ഈ പൗരസാഗരത്തിൽ അണിചേരും. അതോടൊപ്പം തന്നെ ആശാപ്രവർത്തകരുടെ കുടുംബവും വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാപ്രവർത്തകരുടെ കുടുംബവും അതോടൊപ്പം തന്നെ ആശാസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തുന്ന നിരവധി പേർ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ എത്തുമെന്ന് തന്നെയാണ് ആശാപ്രവർത്തകരും പറയുന്നത്. ശരി പ്രശാന്ത്, ഏതായാലും ഈ പൗരസാഗരം വലിയ തോതിലുള്ളൊരു പിന്തുണയായിരിക്കും ആശാപ്രവർത്തകർക്ക് നൽകുക.